എനിക്കറിയത്തില്ല സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് NIA ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എല്ലാം ഈ സ്വർണ്ണ ചർച്ച മുക്കാൻ വേണ്ടിയാണ്. കുൽസിതമാണ്, ഞങ്ങളുടെ ജീവിതം വെച്ചാണ് കുൽസിതം. ഇത് കേട്ട് പ്രേക്ഷകർ ചിരിക്കരുത്. ചിരിക്കും എന്ന് ഉറപ്പായിട്ടും അറിയാം. എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയവർ ഉറപ്പായിട്ടും ചിരിക്കും. അവർ ചിന്തിക്കുന്നുണ്ടാകും, സുരേഷ് ഗോപി ഒരു പൊട്ടനാണോ അതല്ല പൊട്ടനായി അഭിനയിക്കുകയാണോ എന്ന്. സത്യത്തിൽ അതല്ലേ സംഭവിച്ചത്? എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അത് ഒന്നുകൂടി കേട്ടു നോക്കൂ. എനിക്കറിയത്തില്ല സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് NIA ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എല്ലാം ഈ സ്വർണ്ണ ചർച്ച മുക്കാൻ വേണ്ടിയാണ്. കുൽസിതമാണ്, ഞങ്ങളുടെ ജീവിതം വെച്ചാണ് കുൽസിതം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് പൊട്ടനായി അഭിനയിക്കുകയാണോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് എന്ന്. രണ്ട് നടന്മാരെ ജനങ്ങൾക്കിടയിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർണപ്പാളി വിവാദം, ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മറക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് രണ്ട് നടന്മാരെ വലിച്ചിട്ട് കൊടുത്തത് ആരാണ്? സംസ്ഥാന സർക്കാരാണോ? സംസ്ഥാന പോലീസാണോ? കേന്ദ്ര ഏജൻസിയല്ലേ? ED കേന്ദ്ര ഏജൻസിയാണ് എന്ന് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്ക് അറിയില്ലേ? സുരേഷ് ഗോപി എന്ന BJP നേതാവിന് അറിയില്ലേ? കസ്റ്റംസ് ആണ് രണ്ടാമതൊരു ഏജൻസി. കസ്റ്റംസ് കേന്ദ്ര ഏജൻസിയാണ് എന്ന് സുരേഷ് ഗോപിക്ക് അറിയില്ലേ? കേന്ദ്രമന്ത്രിക്ക് അറിയില്ലേ? അദ്ദേഹം കേന്ദ്രമന്ത്രി തന്നെയാണോ? അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നിട്ടുണ്ടോ? പ്രാഥമിക ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നോ? അതല്ല, എന്റെ മുന്നിലിരിക്കുന്നവരെല്ലാം ഒന്നും അറിയാത്തവരാണ്, ഞാൻ പറയുന്നത് കേട്ട് അതേപോലെ കൈയടിക്കുന്നവരാണ് എന്ന് വിചാരിച്ചിട്ടാണോ ഇത് പറയുന്നത്? പക്ഷേ മുന്നിലിരിക്കുന്നവർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇത് കേൾക്കുന്നുണ്ട്. അവിടെ മാധ്യമങ്ങളുണ്ട്. മാത്രമല്ല, കലുങ്കിൽ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ വീഡിയോ സഹിതം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. BJP ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ഇത് കാണുകയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കാത്തതാണോ? അതല്ല അദ്ദേഹം അഭിനയിക്കുകയാണോ? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തു പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞത് മഹാമണ്ടത്തരമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കേന്ദ്ര ഏജൻസിയാണ് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീടുകളിൽ പരിശോധന നടത്തിയത്, റെയ്ഡ് നടത്തിയത്. അതിന് കേരള സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല, കേരള പോലീസിനും ഉത്തരവാദിത്വമില്ല. സുരേഷ് ഗോപി പറഞ്ഞതിൽ മറ്റൊരു മണ്ടത്തരമുണ്ട്. സ്വർണപ്പാളി വിഷയം മറക്കാൻ വേണ്ടി റെയ്ഡ് നടത്തിയെന്ന്. എന്ന് വെച്ചാൽ ശബരിമലയിൽ നടക്കുന്ന സംഭവങ്ങൾ ആർക്കാണ് മറച്ചു പിടിക്കേണ്ടത്? BJPക്കാണോ? അതിനാണോ BJP സർക്കാർ കേന്ദ്ര ഏജൻസിയെ അയച്ചത് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിലേക്ക്? എന്തൊരു മണ്ടത്തരമാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് എന്നാലോചിക്കണം. അത് കേട്ട് കയ്യടിക്കാൻ ചുറ്റും കുറെ ആളുകളും ഇരിക്കുന്നു എന്നോർക്കണം. സംഘപരിവാർ പ്രവർത്തകർ ഇത്രമാത്രം അധപ്പതിച്ചു പോയോ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. എഴുതുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് സംഘപരിവാർ പ്രവർത്തകർ എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം തെറ്റാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. സുരേഷ് ഗോപിക്ക് കയ്യടിച്ചവർ അറിഞ്ഞോ അറിയാതെയാണോ കൈയടിച്ചത് എന്നറിയില്ല. എന്നിരുന്നാലും പറഞ്ഞ മഹാമണ്ടത്തരം അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് BJPക്കകത്ത്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ കലുങ്ക് ചർച്ച നിർത്തണമെന്ന്, അത് BJPക്ക് വലിയ തലവേദനയായി മാറുന്നുവെന്ന് നേരത്തെ BJPയുടെ ഭാരവാഹി യോഗം വിലയിരുത്തിയതാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് കേരളത്തിലെ BJP ഘടകത്തോട് യാതൊരു ബന്ധവുമില്ല. അവർ പറയുന്നത് ഒന്നും സുരേഷ് ഗോപി അനുസരിക്കുകയുമില്ല. നേരത്തെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്, എന്റെ മുന്നിൽ രണ്ട് നേതാക്കളേ ഉള്ളൂ. അതിലൊന്ന് നരേന്ദ്രമോദിയാണ്, രണ്ടാമത്തേത് അമിത്ഷായാണ്. ഈ രണ്ട് നേതാക്കളോട് മാത്രമാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കാറുള്ളത്. തൃശ്ശൂർ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അത് വ്യക്തമായും പറയുകയും ചെയ്യുന്നുണ്ട്.
എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വത്തോട് ഒരു തരത്തിലുള്ള ബന്ധവും തനിക്കില്ല എന്ന് പറയുന്നു സുരേഷ് ഗോപി. അത് BJP-ക്കകത്ത് വലിയ ചർച്ചയായി മാറുകയും സുരേഷ് ഗോപിയുടെ ഈ ഒറ്റയാൻ പോക്ക് കേരളത്തിലെ BJP-ക്ക് തലവേദനയായി മാറിയിട്ടുണ്ട് എന്ന ചർച്ച BJP-ക്കകത്ത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ പക്ഷേ BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് BJP-യുടെ കേരള ഘടകത്തിന്റെ വലിയ പോരായ്മയായി നിൽക്കുകയും ചെയ്യുന്നു. സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് വിട്ട തൃശൂരിലെ ജനതക്ക് അപമാനമായി സുരേഷ് ഗോപി മാറുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നുണ്ട്. അതല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് അദ്ദേഹം അവസാനിപ്പിക്കണം എന്നാണ് BJP പ്രവർത്തകർ തന്നെ പറയുന്നത്, പ്രധാനപ്പെട്ട നേതാക്കളും പറയുന്നത്.